ഉയരുന്നു. വിഷയങ്ങളിൽ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മഹാരാഷ്ട്രയിൽ NCP അജിത് പവാർ വിഭാഗത്തിൽ പ്രതിസന്ധി. ചിംപ്രി ചിംപ്വാഡ് മേഖലയിൽ നിന്നുള്ള 4 നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ചിംപ്രി ചിംച്വാഡ് യൂണിറ്റ് മേധാവി അജിത് ഗവാനെ, വിദ്യാർത്ഥി വിഭാഗം നേതാവ് യാഷ് സനെ, രാഹുൽ ഭോസ്ലെ, പങ്കജ് ബാലേക്കർ എന്നിവർ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 770 ഗ്രാം സ്വർണം പിടികൂടിയത് സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണ പേസ്റ്റ്, വെള്ളിയിൽ പൊതിഞ്ഞ സ്വർണ്ണ ചാവി എന്നിവ ഷൂസിനകത്ത് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് ബാധയെ തുടർന്ന് 2 കുട്ടികൾ കൂടി മരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് വൈറസ് മൂലം മരിച്ചവരുടെ എണ്ണം 8ആയി. മരിച്ചവരിൽ 6 കുട്ടികൾ. വിവിധ ജില്ലകളിലായി ഇതുവരെ 14 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ. വിവാദത്തിൽപ്പെട്ട IAS പ്രൊബേഷണറി ഓഫീസർ പൂജ ഗേത്കറുടെ പരിശീലനം നിർത്തിവെച്ചു. പൂജയെ മസൂറിയിലെ ട്രെയിനിംഗ് അക്കാദമിയിലേക്ക് തിരിച്ചു വിളിച്ചു. നടപടി പൂജയ്ക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി. തിരുവനന്തപുരം നെടുമങ്ങാട് കൂറ്റൻ മരം കാറിന് മുകളിലേക്ക് വീണ് അപകടം. കാറിലുണ്ടായിരുന്ന വിതുര സ്വദേശികളായ ദമ്പതികളെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് നിന്ന് വിതുര ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിലേക്കാണ് മരം വീണത്. കാർ പൂർണ്ണമായും തകർന്നു. തിരുവനന്തപുരത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. നെയ്യാർ ഡാം PS പരിധിയിലെ 35ഓളം കേസിൽ പ്രതിയായ ഷാജി എന്ന തോക്ക് ഷാജിയെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് സ്വർണമെന്ന പരിശോധനകളിൽ തെളിഞ്ഞു. ലോക്കറ്റ് വ്യാജമാണെന്നാരോപിച്ച് ഒറ്റപ്പാലം സ്വദേശി KP മോഹൻദാസ് ദേവസ്വത്തിന് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ VK വിജയൻ വ്യക്തമാക്കി. സത്യം എന്താണെന്ന് എല്ലാവരും, വിശേഷിച്ചും ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ അറിയണമെന്നുള്ള ആ ഒരു നിർബന്ധം ഗുരുവായൂർ ദേവസ്വത്തിന് ഉണ്ടായിരുന്നു. ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം, അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇന്നലെ ഞങ്ങൾ പോലീസിൽ ഒരു പരാതിയും കൊടുത്തിരുന്നു. തിരുവനന്തപുരത്ത് യുവാവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കട്ടക്കട പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. തൂങ്ങാമ്പാറ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ബിനീഷിന് മർദ്ദനമേറ്റത്. അക്രമം നടത്തിയത് MLAയും DYFI പ്രവർത്തകരും ചേർന്നാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ശക്തമായ മഴയിൽ തൃശൂർ ചക്കംകണ്ടം റോഡിൽ വെള്ളക്കെട്ട്. കാനകളുടെ ശുചീകരണവും മണ്ണ് നീക്കലും നടത്താത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന ആരോപണം. വാഹനങ്ങളുടെ അമിത വേഗത കടയിലേക്ക് വെള്ളം അടിച്ചു കയറുന്നതിന് കാരണമാകുന്നുവെന്നും വ്യാപാരികൾ. ഇവിടെ ഞാൻ ഒരു 30 വർഷം 29-30 വർഷത്തോളമായി ഇവിടെ കച്ചവടം ചെയ്യുന്നു. അവിടെ എല്ലാ പ്രാവശ്യവും മഴ വരുമ്പോഴും ഇതാണ് സ്ഥിതി. വണ്ടികൾ പോകുമ്പോൾ ഇവിടെ ഈ കടയിലേക്ക് ഓളം അടിച്ചു കയറിയിട്ട് കടയുടെ അകത്തേക്കും വെള്ളം വരുന്നു. അപകട ഭീഷണി ഉയർത്തി തൃശൂർ കണ്ടശാം കടവ് പാലം റോഡിലെ വൻമരങ്ങൾ. നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയിലാണ് മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ അപകട ഭീഷണിയാകുന്നത്. അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റും മതിലും തകർന്നു. കടപുഴകി വീണത് അന്തിക്കാട് സ്വദേശി സിയാദിന്റെ വീട്ടുതൊടിയിലെ മരം. KCB പ്രദേശത്തേക്കുള്ള വൈദ്യുതി ഓഫാക്കിയതിനാൽ അപകടങ്ങളുണ്ടായില്ല. ആലപ്പുഴയിൽ പുരോഗമന കലാസാഹിത്യ സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെയും പെണ്ണുക്കര വിശ്വഭാരതി ഗ്രന്ഥശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ CMP അനുസ്മരണം നടത്തി. ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. KSCMMSC ചെയർമാൻ MH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ആല സർവീസ് സഹകരണ ബാങ്ക് അഴിമതി ED അന്വേഷിക്കണമെന്ന് BJP. വ്യാജ വായ്പകളും നിക്ഷേപ തിരിമറിയും നടത്തി CPM നേതാക്കൾ വൻ തുകകളാണ് വെട്ടിച്ചതെന്ന ആരോപണം. കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട BJP സഹകാരി സംരക്ഷണ ഉപരോധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് ഉദ്ഘാടനം ചെയ്തു.